അസ്സലാമു അലൈക്കും. ഒരു കപ്പ് റവ കൊണ്ട് കാണാൻ നല്ല മൊഞ്ചും കഴിക്കാനായിട്ട് ഉഗ്രൻ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന്. ഇത് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരം തന്നെയാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. കണ്ടല്ലോ, ഇത് കട്ട് ചെയ്യുമ്പോൾ ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. നല്ല പഞ്ഞി പോലെയുള്ളൊരു പലഹാരമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ കൊടുക്കട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ സംഭവങ്ങളൊന്നും വേണ്ട, ഒക്കെ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടാട്ടോ ഇത് ചെയ്യുന്നത്. ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ റവ നല്ല ഫ്രഷ് റവ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. വറുത്തതാവുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റൊക്കെ കൂടും. ഇനി ഞാനൊരു പാന് ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ വലിയ ജീരകം, നമ്മുടെ പെരുംജീരകം, 2 ജീരകവും ചേർക്കണം കേട്ടോ. അപ്പോഴാണ് ഈ ഒരു പലഹാരം നല്ല ടേസ്റ്റി ആവണത്. രണ്ടും നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞ് വരട്ടെ. ആ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിക്കാണ് കേട്ടോ ചെയ്യേണ്ടത്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് കുറച്ച് വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്തത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കാശ്മീരിൻ്റെ മുളക് പൊടി ഇത്തിരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തുകണ്. നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഈ ഒരു സമയം ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. തിളച്ച് വന്നപ്പോൾ നമ്മളൊരു കപ്പ് റവ കൂടി ഇട്ടിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഈ റവ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ്. എല്ലാവർക്കും അറിയാം, പെട്ടെന്ന് തന്നെ കുറുകി കട്ട പോലെ കുത്തി നിൽക്കും കേട്ടോ. അപ്പോൾ ഒരുപാടങ്ങ് തീ കൂട്ടി വെക്കരുത്, തീ കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്യാം. നല്ല രീതിയിൽ റവ ഒന്ന് വെന്ത് കിട്ടണം. ഈ ഒരു പലഹാരങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ പിന്നെ എപ്പോഴും ഇത് ഉണ്ടാക്കും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഒരു കട്ടൻ ചായയുടെ കൂടെയൊക്കെ വൈകുന്നേരമൊക്കെ കിട്ടുകയാണെങ്കിൽ പറയും വേണ്ട. അതുപോലെ തന്നെ ഡിന്നറിനായിട്ടും രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ തിരക്കുള്ള ആൾക്കാരുണ്ടാവില്ലേ, രാവിലെ ഒന്നിനും നേരമില്ലാത്ത ആൾക്കാർക്ക് ഇതുപോലെയൊക്കെ രാത്രി ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ അടിപൊളിയായിട്ട് രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഓഫീസിലേക്കാണെങ്കിൽ ഓഫീസിലേക്ക് പോവാം, സ്കൂൾക്ക് പോകുന്നവർക്ക് അങ്ങനെയൊക്കെ പോകട്ടോ. അങ്ങനെ റവ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കട്ടോ. ഇത് നല്ല രീതിയിൽ തന്നെ ചൂടാറി വരണം. എന്നിട്ട് നമുക്കൊന്ന് മയപ്പെടുത്തി എടുക്കണം കേട്ടോ. കുഴച്ച് കണ്ട് നല്ല ചൂടോടെ നമുക്ക് കഴിയൂല. അപ്പോൾ ഒന്ന് ചൂടാറട്ടെ. ഒരു സ്പൂണോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് സ്പാച്ചിലൊക്കെ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. അതിൻ്റെ ഉൾഭാഗത്തുള്ള ചൂടൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. ഇതിലേക്ക് ചെറിയൊരു മസാല നമ്മൾ റെഡിയാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലിയൊരു ഉരുളൻകിഴങ്ങ് എടുത്തിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് പുഴുങ്ങിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ ബേബി പൊട്ടാറ്റോ ഒക്കെ ആയതുകൊണ്ടാണ് കേട്ടോ, ചെറുതായതുകൊണ്ടാണ് ഒരു 2-3 ഞങ്ങൾ കാണുന്നത്. അത്യാവശ്യം വലിയ ഉരുളൻകിഴങ്ങാണെങ്കിൽ 1 തന്നെ മതിയാകും. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഒരിക്കലും മിക്സിയുടെ ജാറിലിട്ടിട്ട് കറക്കി എടുക്കരുത് കേട്ടോ. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരത്തിൻ്റെ ടേസ്റ്റ് തന്നെ കുറയും. ഒന്ന് കൈ വെച്ചിട്ട് പൊടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ സ്പൂൺ വെച്ചിട്ടോ ഒന്ന് അമർത്തിയെടുത്താൽ മാത്രം മതി. വേവിച്ചെടുത്തപ്പോൾ ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ടാട്ടോ ഇത് വേവിച്ചെടുത്തത്. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് അരമുറി വലിയുള്ളി, ഒരു കുഞ്ഞു കഷ്ണം തക്കാളി, കുറച്ച് മല്ലിച്ചപ്പ്, ഒരു ചെറിയ കഷ്ണം തക്കാളി, ഇതെല്ലാം കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും പച്ചമുളക് നമ്മുടെ എരിവിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കട്ടോ. പിന്നെ ഇതിലോട്ടുള്ള മസാലപ്പൊടികളെന്ന് പറയുന്നത് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഉണ്ടാക്കുന്നുണ്ടോ അതിൻ്റെ അളവിനനുസരിച്ച് നമുക്കറിയാമല്ലോ, ഒരുപാട് അങ്ങ് മസാലപ്പൊടികളൊന്നും ഇടേണ്ട കേട്ടോ. കുറച്ച് ഗരം മസാല, അതുപോലെ തന്നെ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പൊക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. നിങ്ങളെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. എല്ലാം നല്ല രീതിയിൽ മിക്സ് ആക്കുക. ഈ സ്പൂണോടെ ഇളക്കിക്കൊണ്ട് മാത്രം കാര്യമില്ല, കൈ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ആ എരിവും ഉപ്പും ആ മസാലപ്പൊടികളൊക്കെ എല്ലായിടത്തേക്കും എല്ലാ രീതിയിലും എത്തിക്കിട്ടണമെങ്കിൽ ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണം. സിമ്പിളല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. കണ്ടോ, ഇത് നമ്മൾ വാട്ടുക അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല കേട്ടോ. പെട്ടെന്ന് പരിപാടി കഴിയും, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സാക്കി അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ റവ നല്ല രീതിയിൽ ചൂടാറി വന്നിട്ടുണ്ട്. ചൂടാറിയിക്കണോ എന്ന് ചോദിച്ചാൽ ചൂടാറിയാണ്, ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. എന്നാലും എനിക്കവിടെ കുഴക്കുമ്പോൾ അടിയിൽ നിന്ന് നല്ല ചൂട് കയറിയിട്ടുണ്ട് കയ്യിലോട്ട്. അപ്പോൾ കുറഞ്ഞൊരു ചൂടിലിട്ട് കുഴക്കുമ്പോഴേ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് റവ കിട്ടുള്ളൂ.
ഇതാ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കട്ടോ. ഒന്ന് മയപ്പെടുത്തിയെടുക്കണം. ഇതിലോട്ടുള്ള ഫില്ലിംഗ് ആണ്. അപ്പോൾ ഇത് നമുക്ക് കയ്യിൽ വെച്ച് ഇത് ഓരോന്നോരോന്നായിട്ട് ബോൾസ് ആക്കിയിട്ട് പരത്തിയെടുക്കാനുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നന്നായിട്ടൊന്ന് മയപ്പെടുത്തിയെടുക്കണം. എന്ന് കരുതിയിട്ട് ഒരുപാട് സമയമൊന്നും കുഴച്ചെടുക്കണ്ട. എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് രണ്ട് മൂന്ന് നാല് കുഴച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. പിന്നെ റവയാണ്, എല്ലാവർക്കും അറിയാം, നല്ല സോഫ്റ്റാണ് അല്ലേ. അപ്പോൾ അതാ നമ്മൾ ഓരോരോ ബോൾസ് എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ സൈഡൊക്കെ ചെറിയ രീതിയിൽ വിണ്ട് കീറും, പൊട്ടും. അതിനൊന്നും ആരും ടെൻഷൻ ആവണ്ട കേട്ടോ. ഇതുപോലെ കയ്യിൽ വെച്ച് പരത്തി കൊടുത്തിട്ട് ഒരു ബൗൾസ് മസാലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്കിതൊന്ന് ഉരുട്ടിയെടുത്തിട്ട് ചെറിയ ചെറിയ ഒരു കുഞ്ഞു രൂപത്തിലാക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. കണ്ടല്ലോ, ഇതുപോലെ കയ്യിലൊന്നെങ്കിൽ വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ പച്ചവെള്ളത്തിലൊന്ന് കഴുകി വരും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കയ്യിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കൂല. കണ്ടല്ലോ, ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. ആ ബാക്ക് സൈഡ് ലോക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് അമർത്തി കൊടുക്കണേ. ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ. ഇതിൽ നമ്മൾ ഒരുപാട് സംഭവങ്ങളൊന്നും ചേർത്തിട്ടില്ല. എന്നാൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് കേട്ടോ. ഓരോന്നും നമുക്കിതാ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇത് നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂൾക്ക് സ്നാക്കായിട്ട് കൊടുത്തു വിടാനും അതുപോലെ തന്നെ ഈവനിങ്ങിലൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കാനൊക്കെ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ്. ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ ഇത് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഓരോന്നോരോന്ന് ഞാൻ ഇതുപോലെ കയ്യിൽ വെച്ച് പരത്തിയിട്ട് മസാലയുടെ ആ ഒരു മസാല ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കോട്ടിങ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു പലഹാരത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. ഒപ്പം തന്നെ നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കിട്ടോ പ്ലീസ്. നിങ്ങളല്ലാതെ ഇപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ആരാ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ. അപ്പോൾ നമ്മൾ ഫോൺ എടുത്താൽ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലേ, എല്ലായിടത്തും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും കാണും ചെയ്യട്ടെ. നല്ല ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എല്ലാവരും ചെയ്ത് നോക്കട്ടെ കേട്ടോ. വലിയ പണിയൊന്നുമില്ല. കണ്ടല്ലോ, മസാല നമ്മൾ വഴറ്റി അങ്ങനെ ഒരുപാട് സമയം കളയും അങ്ങനെയൊന്നുമില്ല എന്ന് കരുതിയിട്ട് ടേസ്റ്റിനാണെങ്കിൽ ഒട്ടും കുറവില്ല കേട്ടോ. ഇനി നിങ്ങളെ കയ്യിൽ ചിക്കനൊക്കെ ഉള്ള സമയമാണെങ്കിൽ കുറച്ച് ചിക്കൻ ഇച്ചിരി ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചിട്ട് അത് പിച്ചിട്ട് കൊടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റായിരിക്കും കഴിക്കുന്ന സമയത്ത്. അതില്ലാതെ കേട്ടോ നമ്മളിപ്പോൾ ഉണ്ടാക്കി കരുതിയിട്ട് ടേസ്റ്റിന് കുറവൊന്നുമില്ല. ഇപ്പോൾ റമദാനൊക്കെയാണല്ലോ വരുന്നത്. ഈവനിങ്ങിൽ എന്തായാലും ഒരു സ്നാക്ക് നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെയാണ് ഉണ്ടാക്കാൻ കരുതിയത് എന്നുണ്ടെങ്കിൽ കുറച്ച് ചിക്കനൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും ആ ഒരു സമയത്ത്. അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് ഫില്ലിങ്ങൊക്കെ ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. പിന്നെ റമദാനിലേക്ക് ഒരുപാട് എണ്ണ പലഹാരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെയുള്ള ആവിയിൽ വേവിച്ച പലഹാരങ്ങളായി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കിപ്പോൾ സമൂസ അതൊന്നും നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് ഡെയിലി എണ്ണയിലായാൽ അത് ഒരുപാട് രോഗങ്ങൾ വരുത്തി വെക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫില്ലിങ്ങൊക്കെ ഉണ്ടാക്കുക. ഫില്ലിങ്ങിൽ നമുക്കിഷ്ടമുള്ള മുട്ട വെച്ച് ചേർക്കുക. അതുപോലെ തന്നെ ചിക്കനോ ബീഫൊക്കെ വെച്ച് ഫില്ലിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്നും ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുകയാണ്. കണ്ടല്ലോ, നിങ്ങൾ സൈഡ് ചെറുതായിട്ട് ഇങ്ങനെ വിട്ട് വരും. അതിനൊന്നും ആരും ടെൻഷൻ ആവണ്ട കേട്ടോ. അത് കൈ വെച്ച് അമർത്തിയെടുത്താൽ മതി. അപ്പോൾ നമ്മളെ പരത്തിയെടുക്കുന്ന പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഫില്ലിങ്സ് ബാക്കിയുണ്ട് കേട്ടോ. അതങ്ങനെ വെറുതെ കഴിക്കാൻ ഒരു പ്രത്യേക രുചിയാണ്. നിങ്ങൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ആവി കയറ്റിച്ച് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം. അതിന് എൻ്റെ അടുത്ത് സ്റ്റീമറൊന്നും ഇല്ല കേട്ടോ. ഞാൻ നമ്മുടെ ഇഡ്ഡലി തട്ടുണ്ടല്ലോ അതിൽ വെച്ചിട്ടാണ് ഒന്ന് ആവി കയറ്റിയെടുക്കാൻ പോണത്. സ്റ്റീമറുള്ളവർ അതിൽ വെച്ചിട്ട് ചെയ്യാം. ഓരോന്നോരോന്ന് അതിൽ വെച്ച് കൊടുത്തിട്ട് വെറും 5 മിനിറ്റ് ആവി കയറി കിട്ടിയാൽ മതി. ഇതിലുള്ള ഉരുളക്കിഴങ്ങ് ആയാലും അതുപോലെ തന്നെ റവ ആയാലും എല്ലാം നല്ല രീതിയിൽ വെന്തതാണ്. അപ്പോൾ ഒരുപാട് സമയം അങ്ങ് വേവിച്ചെടുക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് ഒന്ന് ആവി കയറി കിട്ടിയാൽ മാത്രം മതി. ആദ്യത്തെ ട്രിപ്പ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് അടച്ച് കൊടുക്കുകയാണ്. 5 മിനിറ്റ് ഉണ്ട്. അതിൽ കൂടുതൽ സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ തന്നെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. കണ്ടല്ലോ, ആവിയൊക്കെ കയറി ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റി വെക്കട്ടോ. അപ്പോൾ എടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കും. അതിനൊന്നും ആരും ടെൻഷൻ ആവേണ്ട. അത് ചൂടാറുന്നതോട് കൂടിയിട്ട് അതങ്ങോട്ട് അങ്ങോട്ട് ഒരു ബലം പിടിക്കും കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഇഡ്ഡലി തട്ടിൽ ചെറിയ രീതിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. അതൊന്നും ആരും കാര്യമാക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുഴുവൻ ഞാനൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ലോ, ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇത് നമ്മളൊരു
ചെറിയ രീതിയിലൊന്ന് മൊരിച്ചെടുക്കേണ്ട കേട്ടോ. അപ്പോഴാണ് ഒന്നും കൂടി രുചി കൂടുന്നത് ഈ ഒരു പലഹാരത്തിന്. അപ്പോൾ തീരെ എണ്ണ തട്ടാൻ പറ്റാത്തവർക്കാണ് ഇങ്ങനെ കഴിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണക്കൊന്നും വലിയൊരു കുഴപ്പമില്ലാത്ത ആൾക്കാരൊക്കെ 1 ടീസ്പൂൺ എണ്ണ കൂടി പാനിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് കടുകും അതുപോലെ തന്നെ ചെറിയ ജീരകവും നല്ല രീതിയിലൊന്ന് പൊട്ടിച്ചെടുക്കുക. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കാശ്മീരിൻ്റെ മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാട് ഇടണ്ട, കുറച്ചിട്ട് കൊടുത്താൽ മതി. നല്ലൊരു കളറ് നമ്മുടെ പലഹാരത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇടാം. അതുപോലെ തന്നെ കയ്യിൽ കറിവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഒരുപാട് തീ കൂട്ടി വെക്കരുത് കേട്ടോ. തീ കൂട്ടി വെച്ചാൽ നമ്മുടെ കാശ്മീരിൻ്റെ മുളക് പൊടിയൊക്കെ കരിഞ്ഞു പിടിക്കും, പിന്നെ ഒന്നിനും പറ്റൂല. പിന്നെ നമ്മുടെ പലഹാരം കൈപ്രസ് ചെയ്യാരം കടുകും ചെറിയ ജീരകവും പൊട്ടി വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. അതിന് ശേഷം മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു പലഹാരം വെച്ച് കൊടുക്കുക. പിന്നെ നമുക്കൊന്ന് തീ ഓണാക്കിയിട്ട് തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടിട്ടും ഈ ഒരു പലഹാരം ഒന്ന് മൊരിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. അതാ ഞാൻ മുഴുവൻ ചട്ടിയിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറഞ്ഞ തീയിലിട്ടിട്ട് ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് മൊരിച്ചെടുക്കണം കേട്ടോ. ഒരുപാട് തീ അങ്ങ് കൂട്ടി വെക്കരുത്. അങ്ങനെ ആകുമ്പോൾ മുളക് പൊടിയൊക്കെ ആ ഒരു കരിഞ്ഞ് പിടിച്ചിട്ട് പലഹാരത്തിൽ പിടിച്ചാൽ പിന്നെ കഴിക്കാനായിട്ട് ഒട്ടും രസം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിലായി ഒരു സൈഡായി വരുമ്പോൾ നമുക്ക് 2 സൈഡും എന്താ ഇതുപോലെ ഒന്ന് മൊരിച്ചെടുക്കാം. അതിൻ്റെ ആ ഒരു സൈഡിൽ നമ്മുടെ മല്ലിച്ചപ്പും കടുകും ചെറിയ ജീരകമൊക്കെ നല്ല രീതിയിൽ തന്നെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കഴിക്കുന്ന സമയത്ത് നല്ല രുചിയാണ്. അപ്പോൾ വേറെ ഒന്നും നോക്കണ്ട, നമ്മുടെ കയ്യിൽ റവ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിക്കോളി കേട്ടോ. നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് അവർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ 2 സൈഡും ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതാ വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. ഇത് തിരിച്ചിടുമ്പോഴും മറിച്ചിടുമ്പോഴൊക്കെ നല്ലോണം ശ്രദ്ധിക്കട്ടോ. നല്ല സോഫ്റ്റാണ് സംഭവം. അപ്പോൾ എന്ത് ചെയ്യുക, നല്ല ഹാർഡായിട്ട് വലിയ സ്പൂണോ കയ്യിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ പൊട്ടിപ്പോവും. അപ്പങ്ങൾ പറയും ഞാൻ പറഞ്ഞത് നമ്മൾ പറ്റിച്ചു എന്നൊക്കെ കരുതും ചില ആൾക്കാർ. പക്ഷെ അവർ ചെയ്യണതൊന്നും അവർ കരുതൂല കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ എടുക്കുക. സ്പാച്ചുല സ്പൂണോണ്ടൊക്കെ പതുക്കെ എടുക്കുക കേട്ടോ. നല്ല സ്പോഞ്ചിയാണിത്. റവയാണ്, അത്രത്തോളം സോഫ്റ്റായിട്ട് തന്നെയാണ് കേട്ടോ അത് നിൽക്കുന്നത്. അപ്പോൾ അതാ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. അതുപോലെ തന്നെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. കടുകും ചെറിയ ജീരകമൊക്കെ അതിൻ്റെ പുറമേ നല്ല രീതിയിൽ തന്നെ ഒട്ടിപ്പിടിച്ച് ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഇത് കട്ട് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിലിപ്പോൾ നമ്മൾ ഇറച്ചിയോ മുട്ടയോ ഒന്നും വെച്ചിട്ടില്ല. നമ്മുടെ കയ്യിൽ ചിക്കനൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചിക്കനൊക്കെ ഇതിലോട്ട് ഒന്ന് ക്രഷ് ചെയ്ത് പിച്ചിടുക അങ്ങനെയൊക്കെ ചെയ്തിട്ടും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെയുള്ള ഒരു കടി കിട്ടിയാൽ മതി. ഒരു ഗ്ലാസ് ചായയും വയറും മനസ്സും നിറയട്ടോ. നല്ല സോഫ്റ്റാണ്. സ്പൂൺ വെച്ച് അമർത്തുമ്പോഴേക്കും എന്താ സ്പൂണിലോട്ട് അങ്ങ് പോരുകയാണ് കേട്ടോ. ഒരുപാട് എണ്ണയിലൊന്നും വറുക്കാത്തത് കൊണ്ട് തന്നെ ഷുഗർ പേഷ്യൻസിനും എല്ലാവർക്കും ഒരുപോലെ കഴിക്കുക. അതുപോലെ തന്നെ ഡെയിലി ഇപ്പോൾ ചോറൊന്നും കഴിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ, ഷുഗറൊക്കെ ഉള്ള ആൾക്കാർക്ക് റവ കൊണ്ടുള്ള എല്ലാ ആവി കയറ്റിയ പലഹാരങ്ങളൊക്കെ അവർക്ക് വയറ് നിറച്ച് തന്നെ കഴിക്കാം കേട്ടോ. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ അവർക്കൊക്കെ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി കൊടുക്കുക. ഒരിക്കലും മടുപ്പൊന്നും തോന്നൂല, ഇഷ്ടത്തോടു കൂടി തന്നെ കഴിച്ചോളും. പിന്നെ ഇത് ലാസ്റ്റുള്ള ഈ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയിലൊന്നും മൊരിച്ചെടുക്കൽ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അതും കൂടി ചെയ്യുമ്പോൾ ഒരു വേറെ ലെവലാണ്. അപ്പോൾ കണ്ടല്ലോ, അതിൻ്റെ ഉൾഭാഗത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.